ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ ഭാഗവത രഹസ്യം ദശമസ്കന്ധം തുടർന്ന് വായിക്കുന്നു. അഘാസുരവധവും വത്സസ്തേയവും. എല്ലാ ദിവസവും പ്രഭാതത്തിൽ നിത്യകൃത്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഭഗവാൻ ബലരാമനോടും മറ്റസംഖ്യം ഗോപകുട്ടികളോടും കൂടി പശുക്കുട്ടികളെ മേയ്ക്കാൻ പോവുക എന്ന സമ്പ്രദായം പതിവായി തീർന്നു. എല്ലാ ദിവസവും ഒരേ സ്ഥലത്തേക്ക് തന്നെ പോയാൽ പുല്ലുണ്ടാവാൻ വയ്യല്ലോ. അതിനാൽ ഓരോ ദിവസവും ഓരോ സ്ഥലത്തേക്കായി അവരുടെ യാത്ര. ചിലപ്പോൾ ഗ്രാമത്തിൻ്റെ സമീപത്തെങ്ങാനും തന്നെയായിരിക്കും. മറ്റു ചിലപ്പോൾ ഗ്രാമത്തിൽ നിന്ന് വളരെ ദൂരത്തായിരിക്കും അവരുടെ വിഹാര കേന്ദ്രം. ചിലപ്പോൾ നിരപ്പുള്ള മൈതാന പ്രദേശങ്ങളും പുഴവക്കുമായിരിക്കും അവരുടെ മേച്ചിൽസ്ഥലം. മറ്റു ചിലപ്പോൾ കുന്നിൻ പള്ളകളും വനാന്തർഭാഗങ്ങളുമായിരിക്കും. വേറെ ചിലപ്പോൾ പർവ്വത പരിസരവും ഗുഹാന്തർഭാഗങ്ങളുമായിരിക്കും. ഏതായാലും ഒരു ദിവസമെങ്കിലും ഒഴിവില്ലാതെ എല്ലാ ദിവസവും പ്രഭാതമായാൽ കുട്ടികളൊക്കെ പുറപ്പാടായി. അമൃതസ്വരൂപനായ ഈശ്വരൻ്റെ നിത്യസാഹചര്യത്തെ അവർ അറിയാതെയാണ് അനുഭവിക്കുന്നതെങ്കിലും അതിൻ്റെ മഹിമ ഉണ്ടാവാതിരിക്കാൻ വയ്യല്ലോ. മനുഷ്യക്കുട്ടികൾ മാത്രമല്ല, പശുക്കുട്ടികളും കാട്ടിൽ പതിവായി കാണാറുള്ള പക്ഷി മൃഗാദികൾ പോലും ആകർഷിക്കപ്പെട്ടു. സുഹൃതനിധികളായ ആ ഗോപകുട്ടികൾക്ക് ഒരു ദിവസമെങ്കിലും കൃഷ്ണനെ പിരിഞ്ഞിരിക്കാനോ കൃഷ്ണനോടുകൂടി ചേർന്ന് കളിക്കാതെ കഴിച്ചുകൂട്ടുവാനോ വയ്യെന്നായി. പശുക്കുട്ടികളിൽ പോലും ഈ അവസ്ഥ കാണാൻ തുടങ്ങി. അതിനാൽ പ്രഭാതമാവുമ്പോഴേക്ക് തന്നെ ഗോപകുട്ടികൾ ഉണർന്നെഴുന്നേറ്റ് അവരുടെ നിത്യകൃത്യങ്ങളൊക്കെ കഴിച്ച് ഉത്സാഹത്തോടും ബദ്ധപ്പാടോടും കൂടി ഭഗവാനെ കാത്തു നിൽക്കും. പശുക്കുട്ടികൾ കൂടി അങ്ങനെ ചെയ്യും. ഓടക്കുഴലും കൊമ്പും വടിയും ആണ് എല്ലാവർക്കും കയ്യിലുള്ള ഉപകരണങ്ങൾ. കൊമ്പുകൊണ്ട് ശ്രുതി പിടിച്ചും ഓടക്കുഴലിൽ കൂടി മനോഹരമായ ഗാനം ആലപിച്ചും ആർത്തു വിളിച്ചും പല തരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചും ഉത്സാഹഭരിതങ്ങളായ വത്സങ്ങളെ തെളിച്ചുകൊണ്ട് കൃഷ്ണൻ്റെ 4 ഭാഗവും ചേർന്ന് എല്ലാം മറന്ന് ആവേശഭരിതരായിക്കൊണ്ടുള്ള അവരുടെ യാത്ര അമ്മമാരും മറ്റുള്ളവരും കണ്ണിൽ നിന്ന് മറയുന്നത് വരെ ആനന്ദത്തോടെ നോക്കി നിൽക്കും. അങ്ങനെ തന്നെ വൈകുന്നേരം അവരുടെ വരവിനെയും കാണാൻ കൗതുകത്തോടുകൂടി കാത്തു നിൽക്കും. ക്രമേണ കൃഷ്ണനെ പിരിഞ്ഞിരിക്കാൻ ഗോപകവാടത്തിലുള്ള ആർക്കും ശക്തിയില്ലെന്നായി. അത്രമാത്രം ഭഗവാൻ അവരെ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിച്ചു. ഭഗവാനോട് അടുക്കും തോറും അവരുടെ ജീവിതം ഉയരാനും തുടങ്ങി. അത് കാരണത്താൽ പ്രാകൃതന്മാരായിരുന്ന അവിടുത്തെ ഗോപന്മാരും ഗോപികളും ഋഷികളാൽ കൂടി മാനിക്കപ്പെടാനും തുടങ്ങി. അങ്ങനെ കഴിഞ്ഞു വരുമ്പോൾ ഒരു ദിവസം ഭഗവാൻ കുട്ടികളോടൊക്കെ പറഞ്ഞു, നാളെ നമുക്ക് കാട്ടിലിരുന്ന് എല്ലാവർക്കും കൂടി ആഹാരം കഴിക്കണം. അതിനു വേണ്ടുന്ന ആഹാര പദാർത്ഥങ്ങൾ രാവിലെ ഗൃഹത്തിൽ നിന്ന് പോരുമ്പോൾ കൊണ്ടുവരണമെന്ന്. അതെല്ലാവർക്കും വളരെ ഇഷ്ടമായി. അതുപ്രകാരം അന്ന് വൈകുന്നേരം തന്നെ ഓരോരുത്തരും അവരവരുടെ അമ്മമാരോട് പറഞ്ഞു, നാളെ രാവിലെ പോകുമ്പോൾ എന്തെങ്കിലും ആഹാര പദാർത്ഥം പൊതിഞ്ഞു തരണം എന്ന്. എല്ലാ അമ്മമാരും പിറ്റേ ദിവസം ഏറ്റവും പ്രഭാതത്തിൽ തന്നെ ആഹാരം പാകം ചെയ്ത് തങ്ങളുടെ കുട്ടികൾക്ക് അപ്പോൾ വേണ്ടത് കഴിക്കാൻ കൊടുത്ത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് ഇലയിൽ പൊതിഞ്ഞു കെട്ടി ചെറിയ ഉറിയിൽ വെച്ചു കൊടുത്തു. പതിവായി കാട്ടിലേക്ക് പുറപ്പെടാറുള്ള സമയത്ത് എല്ലാ കുട്ടികളും ആഹാരം കഴിച്ച് പതിവായി കരുതാറുള്ള ഉപകരണങ്ങൾക്ക് പുറമെ മധ്യാഹ്നത്തിൽ കഴിക്കാനുള്ള ആഹാരത്തിൻ്റെ പൊതി കൂടെ കയ്യിലെടുത്തുകൊണ്ട് പുറപ്പെട്ടു. നോക്കിക്കൊണ്ട് നിൽക്കുന്ന അമ്മമാരുടെ കൗതുകത്തോടു കൂടിയ കടാക്ഷങ്ങളാൽ അനുയാനം ചെയ്യപ്പെട്ടുകൊണ്ട് ആ ബാലസംഘം പതുക്കെ ഗ്രാമത്തിൽ നിന്ന് അകന്ന് ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു. ആടിയും പാടിയും കൊമ്പ് വെളിച്ചും കുഴലിൽ കൂടെ പാടിയും എല്ലാ ജീവികളെ അനുകരിച്ച് ചേഷ്ടിച്ചും ശബ്ദിച്ചും ഉത്സാഹഭരിതരായ കുട്ടികൾ കാട്ടിലെത്തി. പശുക്കുട്ടികളെ പുല്ലുമേയാൻ വിട്ട ശേഷം കളിക്കാനുള്ള സ്ഥലം തിരഞ്ഞെടുത്തു. അതുവരെ പോയിട്ടില്ലാത്ത ഒരു പുതിയ സ്ഥലമായിരുന്നു അന്ന് അവരെത്തിച്ചേർന്നത്. അവിടുത്തെ മനോഹരമായ പ്രകൃതിയും പരിസരവും അവർക്ക് വളരെ ഹൃദ്യമായി തോന്നി. കാട്ടുപൂക്കളെ കൊണ്ടും കുറ്റിക്കാടുകളെ കൊണ്ടും മനോഹരവും വിശാലവുമായ ഒരു കുന്നിൻ ചെരുവിൽ അവർ കളിക്കാൻ തുടങ്ങി.
കുട്ടികളെ കൊല്ലാൻ വേണ്ടി കംസനാൽ നിയുക്തമായ സംഘത്തിലെ മറ്റൊരു പ്രമാണിയായ അഘാസുരൻ എന്ന ശിശുഘാതകൻ അപ്പോൾ അവിടെ എത്തിച്ചേർന്നു. ആനന്ദമത്തന്മാരായ കുട്ടികളുടെ ഉത്സാഹത്തോടു കൂടിയ ലീലാവിലാസം കണ്ട് തന്നെത്താൻ മറന്ന് ആ അസുരൻ കുറേ നേരം നോക്കി നിന്നു. രാമകൃഷ്ണന്മാരെ തിരിച്ചറിഞ്ഞ് അവരിൽ അഘാസുരൻ്റെ പ്രത്യേക ദൃഷ്ടി പതിയാതിരുന്നില്ല. ആ 2 കുട്ടികളെയും എങ്ങനെയും കൊല്ലണമെന്ന അവൻ്റെ നിർബന്ധം ബലപ്പെടുകയും ചെയ്തു. എന്ത് രൂപത്തിലാണ് അവരെ സമീപിക്കേണ്ടത് എന്നാലോചിച്ച് ഒടുവിൽ പെരുമ്പാമ്പാവാൻ തീർച്ചപ്പെടുത്തി. കുട്ടികൾ നിൽക്കുന്നിടത്ത് നിന്ന് അധികം ദൂരമല്ലാതെ ഒരു വലിയ പെരുമ്പാമ്പിൻ്റെ വടിവായി ചമഞ്ഞ് വലിയ വായും പിളർന്നുകൊണ്ടങ്ങനെ കിടന്നു. അങ്ങിങ്ങ് ഓടി കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ അഘാസുരൻ്റെ പിളർന്ന വായ കണ്ടപ്പോൾ അത് കുന്നിൻ ചെരുവിലുള്ള ഒരു ഗുഹയാണെന്ന് തന്നെ തീർച്ചപ്പെടുത്തി. അതിനാൽ ആ ഗുഹയുടെ ഉള്ളിൽ പോയി കളിക്കാനുള്ള കൗതുകത്തോടെ എല്ലാവരും ഒന്നിച്ച് ഗുഹയിലേക്ക് ഓടിക്കടന്നു. പാവം ആ സാധുക്കുട്ടികൾ എന്തറിഞ്ഞു? മൃത്യുവിൻ്റെ വക്രത്തിലേക്കാണ് തങ്ങൾ കുതിച്ചു പായുന്നത് എന്ന് അവരറിഞ്ഞിട്ടില്ല. ഭഗവാൻ മാത്രം പുറത്തും ബാക്കി എല്ലാ കുട്ടികളും അഘാസുരൻ്റെ വയറ്റിനു ഉള്ളിലുമായി കഴിഞ്ഞു. എല്ലാം അറിയുന്ന സർവജ്ഞനാണ് ഭഗവാനെങ്കിലും ഒന്നും അറിയാത്ത ഭാവത്തെ അഭിനയിച്ചുകൊണ്ട് അവസാനം താനും ആ കുട്ടികളെ രക്ഷിക്കാനും അഘാസുരനെ ശിക്ഷിക്കാനും വേണ്ടി അവൻ്റെ വായ്ക്കുള്ളിൽ പ്രവേശിച്ചു. ഭഗവാൻ കൂടി വായ്ക്കുള്ളിലായി എന്നറിഞ്ഞതോടെ സംതൃപ്തനായ അഘാസുരൻ പതുക്കെ വായ കൂട്ടി. ഇത് കണ്ടതോടെ ദേവന്മാരും ഋഷികളും പരിഭ്രമിച്ചു. എന്നാൽ ഭഗവാനാകട്ടെ അല്പം പോലും പരിഭ്രമം ഉണ്ടായില്ല. അഘാസുരൻ്റെ വായിലെത്തിയ ഭഗവാൻ അവിടെ വെച്ച് തൻ്റെ ശരീരത്തെ വലുതാക്കാൻ തുടങ്ങി. വലുതായി അഘാസുരൻ്റെ വായിൽ കൊള്ളാതായി. അസുരൻ്റെ ശരീരത്തിലെ സകല ദ്വാരങ്ങളും അടഞ്ഞു ശ്വാസം പോലും പോവാതായി. കണ്ണ് തുറിച്ചു, ദേഹം മുഴുവൻ തളർന്നു. അവസാനം ശിരസ് പൊട്ടി ആ ദ്വാരത്തിൽ കൂടി ഭഗവാൻ തൻ്റെ ചങ്ങാതിക്കുട്ടികളെയും കൊണ്ട് പുറത്തു വരികയും ചെയ്തു. ദേവന്മാർ പുഷ്പവർഷം ചെയ്തു, പെരുമ്പറനാദം മുഴക്കി. അഘാസുരൻ്റെ ഭാഗ്യത്തെയും ഭഗവാന്റെ മഹിമയെയും വാഴ്ത്തി. എല്ലാം കഴിഞ്ഞപ്പോഴാണ് കുട്ടികളുടെ പ്രജ്ഞ ഉണർന്നത്. എങ്കിലും എന്തൊക്കെ സംഭവിച്ചു എന്നറിഞ്ഞ് ആശ്ചര്യപ്പെട്ടു. മരണം ആസന്നമായി തീരുമ്പോൾ മറ്റെല്ലാം നീങ്ങി ശരീരത്തിനുള്ളിൽ ഈശ്വരൻ നിറയുക, എല്ലാ ദ്വാരങ്ങളും അടഞ്ഞ് ശിരസ് പൊട്ടി മരിക്കാനിടയായി തീരുക എന്നതെത്ര വലിയ ഭാഗ്യമാണ്. യോഗികൾക്ക് കൂടി അങ്ങനെ തികച്ചും സാധിക്കാറുണ്ടോ എന്ന് സംശയമാണ്. എന്നാൽ അതാണല്ലോ ഇവിടെ അഘാസുരന് സാധിച്ചത്. അതാണ് ദേവന്മാർ അസുരൻ്റെ ഭാഗ്യത്തെ വാഴ്ത്തിയതും. മരണമടുത്തപ്പോൾ അവൻ ഭഗവാനെയും അവിടുത്തെ വിഭൂതികളാകുന്ന കുട്ടികളെയും വിഴുങ്ങി. മാത്രമല്ല, വിഴുങ്ങപ്പെട്ട ഭഗവത് ചൈതന്യം വളർന്ന് അവൻ്റെ ശരീര അന്തർഭാഗത്ത് മുഴുവൻ നിറഞ്ഞു. ഈശ്വര ചൈതന്യമല്ലാതെ മറ്റൊന്നുമില്ലാതായി. ക്രമേണ ഇന്ദ്രിയ ദ്വാരങ്ങളൊക്കെ അടഞ്ഞു. പരഗതിക്കുള്ള മാർഗമായ ശിരസ് പൊട്ടി അഘാസുരനാകുന്ന ജീവൻ ഈശ്വരനോട് ചേർന്ന് ശരീരത്തെ വിട്ടു. ഇങ്ങനെയാണല്ലോ അഘാസുരൻ്റെ നിര്യാണം സംഭവിച്ചത്. അസാധാരണവും അത്ഭുതകരവുമായ ഈ ശരീരത്യാഗത്തെ കണ്ടാണ് ദേവന്മാർ അഘാസുരനെ വാഴ്ത്തുകയും അവൻ്റെ ശരീരത്തിൽ പോലും പുഷ്പം അർച്ചിക്കുകയും ചെയ്തത്. ഇതൊന്നും അറിയാതിരുന്ന ഗോപകുട്ടികളാകട്ടെ ഏതോ ഒരു വലിയ അസുരൻ തങ്ങളെയൊക്കെ വിഴുങ്ങി കൊല്ലാൻ വന്നു എന്നും കൃഷ്ണൻ അവനെ കൊന്നുവെന്നും മാത്രം മനസ്സിലാക്കി. ഈ കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് നേരം നട്ടുച്ചയായി. വെയിലിൻ്റെ ചൂടുകൊണ്ടും കളിയുടെ ക്ഷീണം കൊണ്ടും കുട്ടികളൊക്കെ തളർന്നിരുന്നു. അതിനാൽ എല്ലാവരും കൂടി പശുക്കുട്ടികളെ തണലുള്ള സ്ഥലത്താക്കി അവരവരുടെ ആഹാര പൊതിയുമെടുത്ത് ആഹാരം കഴിക്കാൻ തുടങ്ങി. യമുനാ നദിയിലിറങ്ങി ശരീര ശുദ്ധി വരുത്തി കാട്ടിൽ നിന്ന് വലിപ്പമുള്ള ഇലകൾ പൊട്ടിച്ചു കൊണ്ടുവന്ന് വൃക്ഷങ്ങളുടെ നിഴലിൽ എല്ലാവരും ആഹാരം കഴിക്കാനിരുന്നു. എല്ലാവർക്കും കൃഷ്ണൻ്റെ അടുത്തിരുന്നാൽ കൊള്ളാമെന്ന് മോഹമുണ്ട്. പക്ഷേ എല്ലാവർക്കും കൂടി കൃഷ്ണൻ്റെ അടുത്തിരിക്കാൻ എങ്ങനെ സാധിക്കും? അതിന് ഭഗവാൻ തന്നെ യുക്തി പറഞ്ഞുകൊടുത്തു. ഭഗവാൻ നേരെ മധ്യത്തിൽ നിന്നും മറ്റെല്ലാവരും ഭഗവാന്റെ ചുറ്റുപാടും വൃത്താകാരേണ ഇരുന്നും ആഹാരം കഴിക്കാൻ തുടങ്ങി. അവരിയ്ക്കുന്നിടത്ത് നിന്ന് നോക്കിയാൽ കാണത്തക്ക ദൂരത്താണ് പശുക്കുട്ടികളെ നിർത്തിയിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് പശുക്കുട്ടികളെ നോക്കുന്നുമുണ്ട്. ആ നിലയിലും പല നേരം പോക്കുകളും പറഞ്ഞ് അവരെ രസിപ്പിച്ചുകൊണ്ട് യജ്ഞഭുക്കായിരുന്ന ഭഗവാനും ആ പ്രാകൃത കുട്ടികളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഓടക്കുഴൽ അരയിൽ തിരുകി കൊമ്പും വടിയും ഇടത്തെ കക്ഷത്ത് വെച്ച് ഇടത്ത് കൈയിൽ
ആഹാരപദാർത്ഥം പിടിച്ച് വലത് കൈകൊണ്ട് അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ആഹരിക്കാൻ തുടങ്ങി. അത്ഭുത സ്വരൂപിയും മായാമയനുമായ ഭഗവാന്റെ ഈ ദിവ്യകേളിയെ നോക്കിക്കണ്ട് രസിച്ചു നിൽക്കുന്ന ദേവന്മാരിൽ പ്രധാനിയായ ബ്രഹ്മദേവന് ആ സമയത്ത് ഒരു കുസൃതി തോന്നി. മായാമയനായ ഭഗവാൻ ശ്രീനാരായണൻ മർത്യനായി അവതരിച്ച് മനുഷ്യ സാധാരണങ്ങളായ ധർമ്മങ്ങളെ ചേഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തികച്ചും മായാതീതനായി തന്നെ ഇരിക്കുന്നുണ്ടോ അഥവാ മായയ്ക്ക് അധീനനാണോ എന്നറിയാൻ വേണ്ടി ആ ദേവദേവനിൽ തന്നെ ചില മായാശക്തികളെ വ്യാപരിച്ചു നോക്കിയാൽ എന്താണ് എന്നാണ് ബ്രഹ്മദേവന് തോന്നിയ കുസൃതി. അതിൻ്റെ ഫലമായി ഉടനെ തന്നെ ബ്രഹ്മദേവൻ ആ കുട്ടികളുടെ സമീപത്തുണ്ടായിരുന്ന പശുക്കുട്ടികളെ മുഴുവൻ മറച്ചു. വർത്തമാനം പറഞ്ഞ് രസിച്ചുകൊണ്ട് ആഹാരം കഴിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കൽ തിരിഞ്ഞു നോക്കിയപ്പോൾ പശുക്കുട്ടികളെയൊന്നും കാണാനില്ല. അവ കാട്ടിനുള്ളിലേക്ക് പോയിട്ടുണ്ടാവും. പിന്നീട് തിരഞ്ഞു കണ്ടുപിടിക്കാൻ വിഷമമായിരിക്കും എന്നോർത്ത് കുട്ടികൾ പരിഭ്രമിച്ചു. കാര്യം ഗ്രഹിച്ച ഭഗവാൻ കുട്ടികളെ സമാധാനിപ്പിച്ചു. ഒട്ടും പരിഭ്രമിക്കേണ്ട, നിങ്ങളൊക്കെ ആഹാരം കഴിച്ചുകൊണ്ടേ ഇരിക്കൂ. ഒരു നിമിഷം കൊണ്ട് ഞാൻ പശുക്കുട്ടികളെയൊക്കെ തെളിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവരുടെ ഇടയിൽ നിന്ന് പെട്ടെന്ന് മാറി കാട്ടിനുള്ളിലേക്ക് കടന്ന് പശുക്കുട്ടികളെ അന്വേഷിക്കാൻ തുടങ്ങി. ഗോപകുട്ടികൾ ഭഗവാന്റെ ദൃഷ്ടിയിലില്ലെന്നറിഞ്ഞ ബ്രഹ്മദേവൻ ആ സന്ദർഭത്തെ വേണ്ട പോലെ ഉപയോഗപ്പെടുത്തി പെട്ടെന്ന് അവരെയും മറച്ചു. ബ്രഹ്മദേവന് ഈ സൗകര്യമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഭഗവാൻ മറ്റാരെയും കൂട്ടാതെ ഒറ്റയ്ക്ക് പെട്ടെന്ന് അവരിൽ നിന്ന് അകന്നത്. ബ്രഹ്മദേവന്റെ അഭിപ്രായങ്ങളെയും പ്രവൃത്തികളെയും അറിഞ്ഞതായി ഭാവിക്കാതെ കുറേ നേരം കാട്ടിൽ ചുറ്റി നടന്ന് പശുക്കുട്ടികളുടെ പേര് പറഞ്ഞ് വിളിച്ചുകൊണ്ട് കുറേയൊക്കെ തിരിഞ്ഞു നോക്കി. ഒന്നും കാണാതെ നിരാശനായി അവസാനം കുട്ടികൾ ആഹാരം കഴിച്ചിരുന്ന യമുനാ തീരത്തേക്ക് തന്നെ മടങ്ങി വന്നു. അപ്പോൾ അവിടെ അവരെയും കാണാനില്ല. ഭയ പരിഭ്രമങ്ങളെ അഭിനയിച്ചുകൊണ്ടും ആ കുട്ടികളെ വിളിച്ചുകൊണ്ടും കുറേ തിരഞ്ഞു നോക്കി. ആരെയും കാണാനില്ല. താൻ ഒറ്റയ്ക്കായി. അസംഖ്യം ഗോപകുട്ടികളോടും എണ്ണമറ്റ പശുക്കുട്ടികളോടും കൂടി രാവിലെ ഗോപ കവാടത്തിൽ നിന്ന് കാട്ടിലേക്ക് പോന്ന താൻ അവരൊന്നും കൂടാതെ ഒറ്റയ്ക്ക് വൈകുന്നേരം മടങ്ങിച്ചെല്ലുമ്പോൾ ചോദിക്കുന്നവരോട് എന്ത് സമാധാനമാണ് പറയേണ്ടത് എന്നറിയാത്ത നിലയിൽ വിഷണ്ണഭാവത്തെ അഭിനയിച്ചുകൊണ്ട് വൈകുന്നേരം വരെ കാട്ടിൽ അങ്ങിങ്ങ് ചുറ്റി നടന്നു. സാധാരണ മടങ്ങി പോരേണ്ട സമയമായപ്പോൾ സങ്കല്പമാത്രം എവിടെയോ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിച്ച് നിലനിർത്തി സംഹരിക്കുന്ന അത്ഭുത ശക്തി സ്വരൂപനും ആർക്കും കണക്കാക്കാൻ കഴിയാത്ത മായാശക്തിയുടെ നിയന്താവുമായ ഭഗവാൻ തൻ്റെ ശക്തിയുടെ ഒരംശം കൊണ്ട് ഗോപകുട്ടികളായും അവരുടെ കയ്യിലുള്ള ഉപകരണങ്ങളായും പശുക്കുട്ടികളായും അവതരിച്ചു. ഏകനായ ഈശ്വരൻ അല്പസമയം കൊണ്ട് എണ്ണമറ്റ പശുക്കുട്ടികളും ഗോപകുട്ടികളും കൊമ്പ്, കുഴല്, വടി, ഉറി, വസ്ത്രം, കയറ് തുടങ്ങിയ ഉപകരണങ്ങളായും പരിണമിച്ചു. അതാത് കുട്ടികളുടെയും പശുക്കുട്ടികളുടെയും ആകൃതി, പ്രകൃതി, പ്രായം എന്നിവയ്ക്ക് അണുപോലും മാറ്റമില്ലാതെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന സംശയം പോലും ഒരാൾക്ക് തോന്നാൻ ഇടവരാതെ കൃത്യസമയത്ത് പതിവ് പോലെ എല്ലാവരും കൂടി ഓടിയും ചാടിയും ഉച്ചത്തിൽ പാടിയും കൊമ്പ് വിളിച്ചും സാധാരണ സമ്പ്രദായത്തിന് യാതൊരു മാറ്റവുമില്ലാതെ ഗോപ കവാടത്തിൽ എത്തി. ആർത്തിയോടും കൂടി കാണാൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന അമ്മമാരുടെ കണ്ണുകൾക്ക് ആനന്ദം വളർത്തിക്കൊണ്ട് ഓരോരുത്തരും സംശയം കൂടാതെ അവരവരുടെ ഗൃഹങ്ങളിലേക്ക് കയറി. പശുക്കുട്ടികൾക്ക് പോലും സംശയമുണ്ടായില്ല. അമ്മമാർക്കും തങ്ങളുടെ കുട്ടികളിൽ യാതൊരു സംശയവും ഉണ്ടായില്ല. മാത്രമല്ല അമ്മമാർക്കും പശുക്കൾക്കും തങ്ങളുടെ കുട്ടികളിൽ അതുവരെ ഇല്ലാത്ത അസാധാരണമായ ദിവ്യപ്രേമം അന്ന് മുതൽക്ക് ഉണ്ടാവാനും വളരാനും തുടങ്ങുകയും ചെയ്തു. ദിവസം പ്രതി ആ ദിവ്യപ്രേമം വർദ്ധിച്ച് ഒടുവിൽ ആ ഗോപകവാടം മുഴുവൻ ദിവ്യപ്രേമത്തിൻ്റെ പ്രവാഹമായി തീർന്നു. അങ്ങനെ ഒരു കൊല്ലക്കാലം കഴിഞ്ഞു. അപ്പോഴാണ് ഈ രഹസ്യം ബലരാമൻ പോലും അറിയാൻ ഇടവന്നത്. ഗൃഹത്തിലുള്ള ആളുകളും പശുക്കളും അവരുടെ നിത്യോപയോഗത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും ഒക്കെ കേവലം ഈശ്വര സ്വരൂപമായി തീർന്നാൽ പിന്നത്തെ കഥ എന്താണ്? അവിടെ എന്തെല്ലാമാണ് സംഭവിച്ചു കൂടാത്തത്? രാഗാദി വികാരങ്ങൾക്കും മറ്റ് സംസാരധർമ്മങ്ങൾക്കും അവിടെ സ്ഥാനമില്ലാതായി. വേദങ്ങളും ഉപനിഷത്തുകളും പഠിക്കാതെ യോഗവും തപസ്സും അഭ്യസിക്കാതെ തന്നെ അവരോരോരുത്തരും തികഞ്ഞ ബ്രഹ്മനിഷ്ഠന്മാരായി കഴിഞ്ഞു.
പക്ഷേ അക്കഥ അവരറിഞ്ഞിരുന്നില്ല. അറിഞ്ഞാലും ഇല്ലെങ്കിലും വസ്തുവിൻ്റെ ഗുണം പ്രകാശിക്കാതെ കഴിയില്ലല്ലോ. ഇങ്ങനെ സംസാരതാപത്തിൻ്റെ സ്ഫുരണം പോലുമില്ലാതെ ബ്രഹ്മ നിർവൃതിയോടുകൂടി 1 കൊല്ലം കഴിഞ്ഞു. അപ്പോഴാണ് ബ്രഹ്മദേവൻ കൃഷ്ണൻ എന്തു ചെയ്തു എന്നറിയാനുള്ള ഉത്കണ്ഠയോടുകൂടി വൃന്ദാവനത്തിലേക്ക് നോക്കിയത്. ഭൂമിയിൽ മനുഷ്യ സാധാരണമായ കാലഭുക്തിയെ അപേക്ഷിച്ച് 1 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും ബ്രഹ്മദേവന്റെ കാലഭുക്തിയെ അപേക്ഷിച്ച് കേവലം 1 നിമിഷം മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഓരോരുത്തരുടെയും സംസ്കാരത്തിന് അനുരൂപമായിട്ടാണ് അതാത് ആളുകളുടെ കാലഭുക്തിയുടെ ഹ്രസ്വ ദൈർഘ്യങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും ബ്രഹ്മദേവൻ കീഴ്പോട്ട് നോക്കിയപ്പോൾ താൻ ആദ്യം മറച്ച എല്ലാ കുട്ടികളെയും പശുക്കുട്ടികളെയും യാതൊരു വ്യത്യാസവും കൂടാതെ അവിടെ പ്രത്യക്ഷമായി കണ്ടു. അപ്പോൾ സംശയമായി. താൻ മറച്ചവയൊക്കെ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. എന്നാൽ പിന്നെ ഇവിടെ കാണുന്നതൊക്കെ എന്തായിരിക്കും? ഏതെങ്കിലും ഒന്ന് കൃത്രിമമായിരിക്കണമല്ലോ. രണ്ടും സത്യമാവാൻ വയ്യ. എന്നാൽ ഏതാണ് കൃത്രിമം, ഏതാണ് സത്യം? സംശയമായി. വീണ്ടും കീഴ്പോട്ട് വൃന്ദാവനത്തിലേക്ക് നോക്കി. പെട്ടെന്ന് ബ്രഹ്മദേവനെ ആശ്ചര്യ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ആഴ്ത്തുമാറ് അത്യുജ്വലമായൊരു ദിവ്യ ജ്യോതിസ് വൃന്ദാവന ഭൂമിയിൽ മുഴുവൻ വ്യാപിച്ചു. ആ ദിവ്യപ്രകാശത്തിൽ അവിടെയുണ്ടായിരുന്ന സകല വസ്തുക്കളും ജീവികളും ഓരോ പുൽക്കൊടിയും മൺതരിയും കൂടി പ്രത്യേകം പ്രത്യേകം വൈകുണ്ഠനാഥനും ചരാചര അന്തര്യാമിയുമായ വിഷ്ണുദേവനുമായിട്ട് മാറി. എണ്ണമറ്റ വിഷ്ണു സ്വരൂപങ്ങൾ. ഓരോ വിഷ്ണു സ്വരൂപവും ശ്രീ വൈകുണ്ഠത്തിൽ ആദിശേഷനാകുന്ന ഭോഗശയ്യയിൽ ശയിക്കുന്നു. ശ്രീദേവിയും ഭൂദേവിയും പരിചരിക്കുന്നു. നാരദാദി ഋഷീശ്വരന്മാർ സ്തുതിക്കുന്നു. അങ്ങനെ എണ്ണമറ്റ വൈകുണ്ഠലോകവും വിഷ്ണു ദേവന്മാരും മറ്റെല്ലാ വൈഷ്ണവ കലകളും ശക്തികളും നിറഞ്ഞ അനന്തമായ ഒരു ദിവ്യ ജ്യോതിസൊഴിച്ച് മറ്റൊന്നും കാണാതെയായി. ആശ്ചര്യം കൊണ്ടും ഭയപരിഭ്രമങ്ങളെ കൊണ്ടും ബ്രഹ്മദേവൻ സ്തബ്ധനായി. അവസാനമില്ലാത്ത ആ അനന്തതയിലേക്ക് അധിക സമയം നോക്കി നിൽക്കാൻ പോലും കഴിയാതെ ഭയചകിതനായ സ്വയംഭൂ 1 നിമിഷം കണ്ണടച്ചു. രണ്ടാമതും കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ആശ്ചര്യമെന്ന് പറയട്ടെ യാതൊന്നുമില്ല. ഒറ്റക്കൈയിൽ ചോറ്റുരുളയോടും അരയിൽ തുരുകിയ ഓടക്കുഴലോടും കക്ഷത്തിറുക്കിയ കാലിക്കോലോടും കൂടിയ നീലവർണ്ണമുള്ള ഒരു ഗോപക്കുട്ടി മാത്രമുണ്ട്. കണ്ണീരൊഴുക്കി കുട്ടികളുടെ പേര് വിളിച്ച് അങ്ങിങ്ങ് അന്വേഷിച്ച് നടക്കുന്നു. അത്ഭുതകരമായ ഭഗവാന്റെ ആ മായാവിലാസം കണ്ട ബ്രഹ്മദേവൻ ഭയം കൊണ്ട് ആർത്തനായി അപരാധബോധത്തോടെ വേഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. വർദ്ധിച്ച ഭയഭക്തി ഭാവങ്ങളാൽ ധാരധാരയായി ഒഴുകുന്ന കണ്ണീരോടും പൊട്ടിത്തരിച്ച ശരീരത്തോടും ഗൽഗതമായ കണ്ഠത്തോടും കൂടി 2 കൈകളും ശിരസിൽ അഞ്ജലീബന്ധം ചെയ്ത് കൂപ്പി തൊഴുതുകൊണ്ട് സ്തുതിക്കാൻ തുടങ്ങി.